ദിവസം 87 crores എന്നാണ് ഒഫീഷ്യലി പുറത്തുവിട്ടില്ല. എപ്പിക് ഫാന്റസി, റിസ്ക് എലിമെന്റ്സ് എല്ലാം കൊണ്ട് ഒറ്റ ചോദ്യം, എത്രയായിരുന്നു കൃത്യമായി ഇതിന്റെ ബഡ്ജറ്റ്? വളരെ നല്ല ചോദ്യമാണ്. സാധാരണ നോ കമന്റ്സ് എന്നാണ് അതിന് ഉത്തരവായിട്ട് പറയാറുള്ളത്. ഇപ്പോ വന്നിരിക്കുന്ന ഈ ഗ്രോസ് കളക്ഷന്റെ ഒരു 70-75% അതിന്റെ ബഡ്ജറ്റ് ഉണ്ടായിരുന്നു. ബാക്കി നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്തോളൂ. ഈ ആദ്യ ഷോ കണ്ടു കഴിഞ്ഞപ്പം നമ്മളെല്ലാവരും വനിതയിലിരുന്ന് ഷോ കാണുന്നു. ആദ്യ ഷോ കണ്ടു കഴിഞ്ഞപ്പം മൊത്തത്തിൽ ഒരു ടെൻഷൻ പ്രൊഡ്യൂസറും ഡയറക്ടറും ഉണ്ടായിരുന്നു. ആദ്യ ഷോയിൽ നമുക്കറിയാം നമ്മുടെ ആളുകളാണ് കൂടുതൽ ഷോ കാണുന്നത്. അതിനുശേഷമാണ് ആ ഷോയ്ക്ക് ഒരു നമ്മൾ റിവ്യൂസ് ആണെങ്കിലും നല്ല റിവ്യൂസ്, നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത റിവ്യൂസ് വരുന്നുണ്ട്. ആദ്യ ഷോ കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താണ് തോന്നിയത്? ഡയറക്ടറും പ്രൊഡ്യൂസറും ആദ്യ ഷോ എന്ന് പറയുന്നത് ഞങ്ങൾ കാണുന്നത് അതിന്റെ ഷൂട്ട് ഫുട്ടേജ് കൂടുതലാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് 70-ാമത്തെ 75-ാമത്തെ ഷോ ആയിരുന്നു തിയേറ്ററിൽ വന്ന ആദ്യത്തെ ഷോ. അപ്പോൾ ആദ്യ സീൻ കണ്ടപ്പോൾ തൊട്ടുള്ള റിലീസ് വരെയുള്ള ടെൻഷൻ അങ്ങനെ തന്നെ. കാരണം നമ്മൾ പുതിയൊരു ജോണറാണ് ട്രൈ ചെയ്യുന്നത്. പുതിയൊരു ജോണർ, അത് ഒരു കോമഡി സിനിമയിൽ നിന്നും ഒരു ഫൺ ഫാന്റസി, എപ്പിക് ഫാന്റസി ജോണറിലേക്ക് മാറുമ്പോൾ അത്രയും വലിയൊരു ബഡ്ജറ്റിൽ, അത്രയും ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അത് റിലീസ് ചെയ്യുമ്പോൾ ഒരു റൈറ്റ്സിന്റെ, അതായത് നമ്മൾ OTT റൈറ്റ്സ് അല്ലെങ്കിൽ സാറ്റലൈറ്റ് റൈറ്റ്സിന്റെ ചർച്ചകളിലേക്ക് പോകുമ്പോൾ സാധാരണ പ്രീ റിലീസ് നമ്മൾ സിനിമകൾ കാണിക്കുമ്പോൾ റിലീസ് ഡേറ്റ് കൺഫേം ചെയ്യുക എന്നുള്ളത് അവരെ സംബന്ധിച്ചോളം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം നമ്മൾ ആ സമയത്ത് ഏത് സിനിമയും റിലീസ് ചെയ്യുമോ എന്നുള്ള സംശയത്തിൽ ഒരു ചാനൽ പോലും അല്ലെങ്കിൽ ഒരു OTT ചാനൽ പോലും ഒരു ഡിസിഷൻ എടുക്കാൻ തയ്യാറായിരുന്നില്ല. റിലീസ് ആകുന്ന അതായത് സിനിമ ഇറങ്ങുന്നതിന്റെ തലേന്ന് പോലും ചിലപ്പോൾ റിലീസ് മാറ്റി വെക്കാം എന്നുള്ളൊരു അവസ്ഥയിൽ 100% റിസ്കിൽ മാത്രമാണ് ആട് ഇറങ്ങിയത്. അപ്പം അത് ഇങ്ങനെ ഒരു വിജയത്തിലേക്ക് വന്നാൽ മാത്രമേ ബ്രേക്ക് ഈവൻ ആവുള്ളൂ എന്നുള്ള വ്യക്തമായ ധാരണ എനിക്കും വേണുചേട്ടനും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ റീസണിൽ ഞാൻ അത്യാവശ്യം ടെൻസ്ഡ് ആയിരുന്നു. ബിക്കോസ് ഒരു 100% അഭിപ്രായം വരണം എന്നായിരുന്നു നമ്മുടെ എല്ലാ ആഗ്രഹം. പക്ഷെ 95% ഓഫുള്ള ആളുകൾ, ഈ സിനിമ കണ്ടവർ വളരെ ഗംഭീരമായ അഭിപ്രായം പറഞ്ഞു. അത് ഞാൻ ആദ്യ ദിവസത്തെ തിയേറ്ററിൽ ഞാൻ പകുതി സമയം ഉണ്ടായിരുന്നുള്ളൂ. പകുതി സമയം ഞാൻ ഓൺലൈനിൽ റിവ്യൂസും കാര്യങ്ങളും ഒക്കെ കണ്ടു തുടങ്ങിയിരിക്കുകയായിരുന്നു. എനിക്കൊരു പോസിറ്റീവ് റെസ്പോൺസ് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ തൊട്ട് തന്നെ കിട്ടി തുടങ്ങി. സോ ഐ വാസ് ഫീലിംഗ് ബെറ്റർ. ആസ് യൂഷ്വൽ മിസ്റ്റർ മിഥുൻ മേനോൻ തോമസ് മുങ്ങിയിരുന്നു. ഫസ്റ്റ് ഷോയ്ക്ക് വന്നില്ല, അദ്ദേഹം അണ്ടർവേൾഡിലായിരുന്നു. റിലീസിന് ശേഷം എൻ്റെ കോള് വന്നതിന് ശേഷം തമിഴ്നാട്ടിലോട്ട് പോകണോ അതോ തിരിച്ച് കേരളത്തിലേക്ക് വരണോ എന്നുള്ള രീതിയിൽ ബോർഡറിലായിരുന്നാണ് എനിക്ക് വിവരം കിട്ടിയത്. കറക്റ്റ് അല്ലേ? ഗുഡ് ഈവനിങ് ടു ഓൾ. നമ്മൾ റിലീസിന് മുമ്പ് ഒരു പ്രസ് കോൺഫറൻസ് നടത്തിയിരുന്നു. അന്ന് എന്തായിരിക്കും ഇതിൻ്റെ കണ്ടന്റ്, പിന്നെ മിഡിൽ ഈസ്റ്റ് സിറ്റുവേഷൻ വെച്ചിട്ട് റിലീസ് പ്ലാൻസ് അന്ന് അനൗൺസ് ചെയ്യുക എന്നുള്ളതായിരുന്നു അന്നത്തെ ഉദ്ദേശം. ഇന്ന് മെയിനായിട്ട് ഓൺലൈൻ മീഡിയയ്ക്കും എല്ലാ മീഡിയയ്ക്കും ഒരു നന്ദി പറയുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പ്രസ് കോൺഫറൻസ്. കാരണം മലയാള സിനിമാ ചരിത്രത്തിലെ എക്കാലത്തെയും വലിയ രണ്ടാമത്തെ വീക്കെൻഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 87 കോടി രൂപ വേൾഡ് വൈഡ് ഗ്രോസ് ആണ് ആട് എന്ന സിനിമ നേടിയിരിക്കുന്നത്. വലിയ വിജയമായിട്ടാണ് ഞങ്ങളതിനെ കരുതുന്നത്. അതിന് ആട് ഫ്രാഞ്ചൈസിയെ, അതിലെ കഥാപാത്രങ്ങളെ, ഞങ്ങളെ എല്ലാവരെയും സ്നേഹിക്കുന്ന മലയാളികൾക്ക് ഞങ്ങൾ അവരുടെ എക്സ്പെക്ടേഷന് ഒരു ഡിസപ്പോയിൻമെന്റ് വരുത്തിയില്ല എന്ന് അവർ തന്നെ തീരുമാനിക്കുകയും ആടിനെ ഇത്രയും വലിയൊരു വിജയമാക്കി തന്ന എല്ലാ മലയാളികൾക്കും, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഓൺലൈൻ മീഡിയയ്ക്കും മെയിൻ സ്ട്രീം മീഡിയയ്ക്കും ഒരുപാട് ഹൃദയം നിറഞ്ഞ നന്ദി. കാരണം ഒരുപാട് പ്രശ്നങ്ങൾക്കിടയിലാണ് ഞങ്ങൾ ഈ സിനിമ റിലീസ് ചെയ്തത്. അതൊരു വളരെ ടഫായിട്ടുള്ളൊരു കോളായിരുന്നു. കാരണം നമ്മളൊരു ഡിസിഷൻ എടുക്കുക എന്നുള്ളത് ആ സമയത്ത് അത്ര എളുപ്പമായിരുന്നില്ല. കാരണം വലിയൊരു
ബഡ്ജറ്റിൽ വലിയൊരു ക്യാൻവാസിൽ നിർമ്മിച്ച ചിത്രമായിരുന്നു. വളരെ ഒരുപാട് റിസ്ക് അതിനകത്ത്, ബിക്കോസ് മിഡിൽ ഈസ്റ്റ് പോലൊരു മാർക്കറ്റിൽ എന്താവും എന്ന് ആർക്കും പ്രവചിക്കാൻ പറ്റാത്ത ഒരു സമയത്ത് അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുക വളരെ എളുപ്പമായിരുന്നില്ല. എനിക്ക് അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാൻ ഏറ്റവും കൂടുതൽ എനിക്ക് ധൈര്യം തന്നത് എൻ്റെ പാർട്ട്ണറായ കാവ്യ ഫിലിംസ് ആൻഡ് വേണു കുന്നപ്പള്ളിയാണ്. കാരണം അദ്ദേഹം ദുബായിൽ താമസിക്കുന്ന ഒരാളാണ്. അപ്പം അദ്ദേഹം അവിടെ ചെന്നിട്ട് പറഞ്ഞു, ഇവിടെ ഈ കൺട്രീസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ അതിൻ്റെ ഭരണാധികാരികൾക്ക് അറിയാം, ഇവിടുത്തെ ജനങ്ങൾക്ക് അവരിൽ പൂർണ്ണ വിശ്വാസമുണ്ട്, അവർ തിയേറ്ററിലേക്ക് വരും, ഈ നല്ല സിനിമയെ നമ്മുടെ നല്ല നല്ല കാര്യങ്ങൾക്കായിട്ട് അവരെന്തായാലും തിയേറ്ററിലേക്ക് വരും. അതേപോലെ തന്നെ സംഭവിച്ചു. ഗംഭീരമായ ഒരു വരവേൽപ്പാണ് മിഡിൽ ഈസ്റ്റ് ആട് എന്ന സിനിമയ്ക്ക് കിട്ടിയിരിക്കുന്നത്. 4 ലക്ഷത്തോളം ജനങ്ങളാണ് മിഡിൽ ഈസ്റ്റിൽ മാത്രം കഴിഞ്ഞ 4 ദിവസം ആട് സിനിമ തിയേറ്ററിൽ പോയി കണ്ടത്. അത് ഞങ്ങൾക്ക്, അതായത് അത് നമുക്ക് മാത്രമല്ല മലയാളം ഇൻഡസ്ട്രിക്ക് വളരെ ആശ്വാസം പകരുന്ന ഒന്ന് തന്നെയാണ്. ഞങ്ങൾ റിലീസ് ചെയ്തതോടുകൂടി മറ്റുള്ള ഏറ്റവും വലിയൊരു കാര്യം സംഭവിച്ചത് തിയേറ്റർ ഇൻഡസ്ട്രിക്ക് വളരെ ഒരു വലിയ ആശ്വാസമാണ്. ഒരുപാട് കോളുകൾ എനിക്ക് വന്നിരുന്നു, ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് തിയേറ്റർ ഓണേഴ്സ് നമ്മളെ വിളിച്ചിരുന്നു. അപ്പോൾ അത്രയും വലിയൊരു റിസ്ക് എടുക്കുകയും അത്രയും വലിയൊരു തീരുമാനം എടുക്കുകയും ചെയ്തത് മലയാളം ഇൻഡസ്ട്രിക്ക് ഒരു ഉണർവ് നൽകി. അങ്ങനെ ഞങ്ങൾക്ക് കിട്ടിയ ഒരുപാട് കോൾസിൽ ഒരുപാട് നന്ദി പറഞ്ഞിരുന്നു. അതിനും ഞങ്ങൾ ഹാപ്പിയാണ്. പിന്നെ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, ഒരുപാട് ചോദ്യങ്ങൾ ഓൺലൈനിലൂടെ അടുത്ത ആട് 4ന്റെ കഥ എന്തായിരിക്കുമെന്ന് ഓൺലൈൻ മീഡിയയിലൂടെ തന്നെ പലരും പ്രവചിച്ചു കഴിഞ്ഞു. ഇതിൻ്റെ കഥ എന്തായിരിക്കുമെന്ന് നേരത്തെ പ്രവചിച്ചിരുന്നു. അതൊക്കെ സിനിമ കണ്ടപ്പോൾ എല്ലാവർക്കും അതിനുള്ള ഉത്തരം കിട്ടിയിട്ടുണ്ടായി. ഇത് ആദ്യമേ തന്നെ എല്ലാവർക്കും നന്ദി. വിജയേട്ടൻ പറഞ്ഞ പോലെ ഒരുപാട് പ്രതിസന്ധികൾക്കിടയിൽ നമ്മൾ സിനിമ റിലീസ് ചെയ്തു. അത് ഒരു വലിയ വിജയമായി മാറിയിരിക്കുകയാണ്. മലയാള സിനിമയുടെ ചരിത്രത്തിലെ 2ാമത്തെ മികച്ച വീക്കെൻഡ് കളക്ഷനുമായി ആട് 3 മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കുമ്പം ഭയങ്കര സന്തോഷമുണ്ട് നിങ്ങളെ ഫേസ് ചെയ്തിരിക്കുമ്പോൾ. കാരണം തിയേറ്ററിൽ പരാജയപ്പെട്ടു പോയ സിനിമയുടെ ഒരു 3ാം ഭാഗം പ്രേക്ഷകർ തിരിച്ചു കൊണ്ടുവന്ന് 3ാം ഭാഗവും വലിയ വിജയമാക്കി തീർക്കുക എന്ന് പറഞ്ഞ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു എന്താ പറയുക പ്രതിഭാസം എന്ന് തന്നെ പറയാവുന്ന ഒരു അവസ്ഥയിലാണ് നമ്മളിവിടെ ഈ പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ആട് ഫ്രാഞ്ചൈസിൻ്റെ ഫാൻസിനോടും മലയാള സിനിമയുടെ പ്രേക്ഷകരോടും നന്ദി പറയുകയാണ്. നിങ്ങൾ തന്ന പ്രോത്സാഹനത്തിൻ്റെയും ഊർജ്ജത്തിൻ്റെയും ബലത്തിലാണ് ഞങ്ങളെല്ലാവരും ഇന്നിവിടെ ഇരിക്കുന്നത്. പിന്നെ ഇനിയിപ്പം ഔപചാരികതകളും ഫോർമാലിറ്റികളും ഒന്നുമില്ല. അതുപോലെ നമുക്ക് ആടിനെ സംബന്ധിക്കുന്ന ചോദ്യങ്ങളിലേക്കും ഉത്തരങ്ങളിലേക്കും ഒക്കെ കടക്കാം.